ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ കോവിഡിന്റെ സ്പ്രെഡിനെ മിമിക് ചെയ്യുന്ന ചില സിമുലേഷൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളുടെ ചാനലിന്റെ തന്നെ ഇൻസ്പിറേഷനായ 3 Blue 1 Brownന്റെ സിമുലേറ്റിംഗ് ആൻ എപ്പിഡമിക് എന്ന വീഡിയോയുടെ ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ വീഡിയോ. സോ ഇൻ ദിസ് വീഡിയോ we will be exploring the effect of hygiene, quarantining, social distancing and finally vaccination. ലോകത്ത് ആദ്യമായിട്ടല്ല ഇങ്ങനൊരു പാൻഡമിക് ഉണ്ടാകുന്നത്. കോവിഡിന് മുന്നേയും നിരവധി പാൻഡമിക്കുകൾ മനുഷ്യനെ വേട്ടയാടിയിട്ടുണ്ട്. അതിൽ നിന്നും നേടിയ അറിവുകൾ വെച്ച് മോഡേൺ സയൻസിന് ഈ പാൻഡമിക്കുകളുടെ പൊതു സ്വഭാവത്തെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള അപ്രോച്ചാണ് ഈ പാൻഡമിക്കുകളുടെ ട്രാജക്ടറി പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിലൊരു ബേസിക് മോഡലാണ് SIR മോഡൽ. ഈ മോഡലിന്റെ ഏജന്റ് ബേസ്ഡ് സിമുലേഷൻ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. SIR മോഡലിന്റെ കൃത്യമായ ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഏജന്റ് ബേസ്ഡ് സിമുലേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമുക്കിനി ഈ സിമുലേഷന്റെ ബേസിക് റൂൾസ് പരിചയപ്പെടാം. ഈ ഓടിക്കളിക്കുന്ന ഗ്രീൻ ഡോട്ട് ആണ് ഒരു സിറ്റിസനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഗ്രീൻ ഡോട്ട് രോഗം പിടിപെടാൻ ചാൻസ് ഉള്ള ഒരാളാണ്. ഇതിനെ നമ്മൾ സസെപ്റ്റബിൾ എന്നാണ് വിളിക്കുന്നത്, ഷോർട്ടായിട്ട് S. ഇനി ഈ ഗ്രീൻ ഡോട്ട് ഡിസീസ് ഉള്ള മറ്റൊരു ഡോട്ടിന്റെ അരിയിലൂടെ പോകുമ്പോൾ ഇതിനും ഡിസീസ് പിടിപെടാം. അങ്ങനെ സംഭവിച്ചാൽ ഈ ഡോട്ട് ഒരു ഫ്ലാഷോട് കൂടി റെഡ് കളറായി മാറും. ഈ ഡോട്ടിന് ഇപ്പോൾ രോഗമുണ്ട്, അത് മറ്റുള്ളവരിലേക്ക് പകർത്താനും സാധിക്കും. ഈ ഒരു സ്റ്റേറ്റിനെയാണ് ഇൻഫെക്റ്റഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്, അഥവാ I. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ രോഗം മാറും. നമ്മളിവിടെ ഒരു സെക്കൻഡിനെയാണ് ഒരു ദിവസമായി കണക്ക് കൂട്ടുന്നത്. രോഗം മാറാനുള്ള സമയം 8 സെക്കൻഡും. ആ സമയം കഴിഞ്ഞാൽ ഇതിന്റെ കളർ ഗ്രേ ആയി മാറും. ഈ ഗ്രേ കളറിലുള്ള ഡോട്ടുകൾ ഡിസീസ് മൂലം മരിച്ചവരോ അല്ലെങ്കിൽ ഡിസീസിൽ നിന്ന് റിക്കവർ ആയവരോ ആണ്. ഇത് സിമുലേഷനിലെ മറ്റു ഡോട്ടുകളിൽ എഫക്ട്സ് ഒന്നും ഉണ്ടാക്കില്ല. ഒരു ഇൻഫെക്റ്റഡ് ഡോട്ട് മറ്റൊരു സസെപ്റ്റബിൾ ആയിട്ടുള്ള ഡോട്ടിലേക്ക് രോഗം പടർത്താനുള്ള പ്രോബബിലിറ്റി നമ്മൾ 20% ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്കൊരു സിമുലേഷൻ നോക്കാം. ഇവിടെ ഈ ബോക്സിൽ 300 ഡോട്ട്സ് ആണ് ഉള്ളത്. അതിലെ ഒരു ഡോട്ടിനെയാണ് നമ്മൾ ഇനീഷ്യലി ഇൻഫെക്റ്റഡ് ആക്കുന്നത്. ആ ഇൻഫെക്റ്റഡ് ആയ ഡോട്ട് റാൻഡം വാക്ക് ചെയ്ത് അൺഇൻഫെക്റ്റഡ് ഡോട്ടുകളുടെ പ്രോക്സിമിറ്റിയിൽ എത്തുമ്പോൾ അവ 20% പ്രോബബിലിറ്റിയിൽ ഇൻഫെക്റ്റഡ് ആവുന്നു. ഈ പ്രോസസ് തുടരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത് അൺകൺട്രോൾഡ് ആയിട്ടാണ്. ഇടതുവശത്തുള്ള ഈ ഗ്രാഫിൽ കറന്റ്ലി ഇൻഫെക്റ്റഡ് ആയ ഡോട്ട്സിന്റെ പ്രപ്പോർഷൻ ആണ് കാണിക്കുന്നത്, അതായത് നമ്പർ ഓഫ് ആക്റ്റീവ് കേസസ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ആസ് യു ക്യാൻ സീ, അറൌണ്ട് ഡേ 20ൽ ആക്റ്റീവ് കേസസ് പീക്ക് ചെയ്യുന്നുണ്ട്. പോപ്പുലേഷന്റെ ഏതാണ്ട് 50% ആക്റ്റീവ് കേസസ് ആണ് ഇപ്പോൾ ഉള്ളത്. ദിസ് ഇസ് എ റിയലി ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഇങ്ങനെ സംഭവിച്ചാൽ നമ്മളുടെ മെഡിക്കൽ സംവിധാനങ്ങൾക്ക് താങ്ങാവുന്നതിലും ഒരുപാട് അപ്പുറത്തായിരിക്കും സ്ഥിതി. അറ്റ് ദ എൻഡ് ഓഫ് 40 days ഓൾമോസ്റ്റ് എല്ലാ ഡോട്ട്സും ഇൻഫെക്റ്റഡ് ആയി മാറുന്നുണ്ട്. ഇവിടെ ഇപ്പൊ കണ്ട സിമുലേഷനിൽ നമ്മൾ ഡിസീസിനെ അതിന്റെ പാട്ടിന് വിട്ടിരിക്കുകയാണ്. പക്ഷേ റിയൽ വേൾഡിൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യും. അതിൽപ്പെട്ടതാണ് നമ്മൾ മാസ്ക് പ്രോപ്പറായിട്ട് ധരിക്കുന്നതും സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിച്ച് കൈ കഴുകുന്നതും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഫോളോ ചെയ്യുന്നതും ഒക്കെ. ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ ഈ സിമുലേഷനിൽ കൂട്ടിച്ചേർക്കുന്നത്? ഹൈജീനിക് ആയാൽ ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസിനെ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആ ചാൻസ് 20% ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കത് 10% ആയിട്ട് കുറയ്ക്കാം. ഇങ്ങനെയാണ് ഹൈജീൻ എന്ന ഫാക്ടർ നമ്മൾ ഈ സിമുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നമ്മൾ വീണ്ടും 300 ഡോട്ട്സും ഒരു ഇനീഷ്യൽ പേഷ്യന്റിനെയും എടുക്കുന്നു. റിമെമ്പർ, ഇവിടെ ഇൻഫെക്ഷൻ പ്രോബബിലിറ്റി 10% ആണ്. ഹൈജീനിക് ആവുന്നത് കർവിനെ ക്രഷ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 22ാമത്തെ ഡേയിൽ പോപ്പുലേഷന്റെ 30% ആക്റ്റീവ് കേസസിലാണ് കർവ് പീക്ക് ചെയ്യുന്നത്. സ്റ്റിൽ ഇൻഫെക്ഷൻ കുറെ കൂടി കൂടുതൽ സമയം പോപ്പുലേഷനിൽ നിൽക്കുന്നുണ്ട്. സ്ലോ ആയിട്ടാണെങ്കിലും പോപ്പുലേഷന്റെ ഏതാണ്ട് 80% ഇൻഫെക്റ്റഡ് ആവുന്നുണ്ട്. എന്നാലും കർവ് ക്രഷ് ചെയ്താൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഓവർഫ്ലോ ആവുന്നത് കുറയുകയും അതുവഴി മരണനിരക്ക് നല്ല രീതിയിൽ കുറയുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. ഹൈജീൻ മാത്രമല്ല, രോഗലക്ഷണം കാണിക്കുന്നവരെ ഐസൊലേറ്റ് ചെയ്യുന്നതും രോഗത്തിനെതിരെയുള്ള ഒരു പ്രതിരോധം തന്നെയാണ്. നമുക്കിനി ഇൻഫെക്ഷൻ പ്രോബിലിറ്റി തിരിച്ച് 20% ആക്കിയിട്ട് ഐസൊലേഷൻ എഫക്ട് എന്താണെന്ന് പരിശോധിക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് നമ്മൾ ഇൻഫെക്ഷൻ പ്രോബിലിറ്റി തിരിച്ച് 20% ആക്കിയത്? നമ്മളുടെ മോഡലിൽ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതിൽ ഓരോ ഫാക്ടേഴ്സിന്റെ എഫക്ട് മനസ്സിലാക്കണമെങ്കിൽ അറ്റ് എ ടൈം ഒരു ഫാക്ടറിനെ മാത്രം വാരി ചെയ്ത് അത് മോഡലിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ പഠിക്കുകയാണ് വഴി. നൗ ബാക്ക് ടു ദ സിമുലേഷൻ. ബേസിക് സ്റ്റെപ്പ് അത് തന്നെ. സൈഡിൽ കാണുന്ന ഈ റെഡ് ബോക്സ് ആണ് ക്വാറന്റൈൻ ഫെസിലിറ്റി. ഡിസീസ് പിടിപെട്ട് 4 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഡോട്ടിനെ നമ്മൾ ഈ ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 8 സെക്കൻഡ് ആണ് ടോട്ടൽ ഇൻഫെക്ഷൻ നീണ്ടു നിൽക്കുന്ന സമയം. സോ ഇപ്പോൾ ഇൻഫെക്റ്റഡ് ഡോട്ടിന് ആകെ 4 ദിവസമേ മറ്റുള്ളവരെ ഇൻഫെക്ട് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. ആസ് യു ക്യാൻ സീ ഹിയർ, ഐസൊലേറ്റ് ചെയ്യൽ കർവിനെ നന്നായി ഫ്ലാറ്റ് ആക്കുന്നുണ്ട്.
ഏതാണ്ട് 30ാമത്തെ ദിവസത്തിൽ 20% ആണ് പീക്ക്. അവസാനം എല്ലാ കേസുകളെയും കണ്ടെയ്ൻ ചെയ്ത് കഴിയുമ്പോഴേക്കും കുറെ ഡോട്ട്സ് അൺഇൻഫെക്റ്റഡ് ആയി തന്നെ ബാക്കിയുണ്ട്. ഇനി നമ്മൾ ഡിസീസ് പിടിപെട്ട് 2ാമത്തെ ദിവസം തന്നെ ക്വാറന്റൈൻ ചെയ്യുകയാണെങ്കിലോ ഇൻഫെക്റ്റഡ് ഡോട്ടിന് ആകെ 2 ദിവസമേ ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പോപ്പുലേഷനിൽ നിന്ന് രോഗം അതിവേഗം ഇറാഡിക്കേറ്റ് ആവുന്നുണ്ട്. സോ എത്രയും വേഗം പേഷ്യൻസിനെ കണ്ടെത്തി ഐസൊലേറ്റ് ചെയ്യൽ ഹൈലി എഫക്റ്റീവ് ആണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രതിരോധ മാർഗമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. നമ്മുടെ സിമുലേഷനിൽ രോഗികളുടെ എണ്ണം 30 കടക്കുമ്പോൾ എല്ലാ ആളുകളും സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് കരുതുക. എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മൾ വീണ്ടും തുടങ്ങുന്നു. ഇതിൽ ക്വാറന്റൈൻ സോണും ഇല്ല. ഇൻഫെക്ഷൻ പ്രോബബിലിറ്റി പഴയ പോലെ 20%. കേസുകളുടെ എണ്ണം 30 ഹിറ്റ് ചെയ്യുമ്പോൾ ഈ പോപ്പുലേഷൻ മൊത്തം സോഷ്യൽ ഡിസ്റ്റൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡോട്ട്സ് തമ്മിലെ റിപ്പൽഷൻ ഫോഴ്സ് ആയിട്ടാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഡോട്ട്സ് പരസ്പരം റിപ്പൽ ചെയ്യുകയും വാളിലിടിച്ച് തിരിച്ചു വരുന്നതും കൊണ്ടാണ് അരിക്കുകളിൽ ഒരു വിയേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നത്. ഡോട്ട്സ് തമ്മിൽ റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ റാൻഡം മോഷൻസ് കാരണം വേറെ ഡോട്ട്സിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അത് ചിലപ്പോൾ ഇൻഫെക്ഷനും വഴിവെച്ചേക്കാം. പക്ഷെ അതിനുള്ള ചാൻസ് കുറവാണ്. അത് കർവിൽ നിന്ന് തന്നെ വളരെ എവിഡന്റ് ആണ്. ആക്റ്റീവ് കേസുകളുടെ എണ്ണം പോപ്പുലേഷന്റെ 20% താഴെ പിടിച്ചു നിർത്താൻ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് ഇവിടെ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഡോട്ട് സൊസൈറ്റിയിൽ ഹൈജീനിന്റെയും ഐസൊലേഷന്റെയും സോഷ്യൽ ഡിസ്റ്റൻസിന്റെയും എഫക്റ്റുകൾ എങ്ങനെയായിരിക്കുമെന്ന് ഓരോന്നായിട്ടാണ് നോക്കിയത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സിംറ്റംസ് ഒന്നും തന്നെ ഇല്ലാത്ത കേസുകൾ. പക്ഷെ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് 3 Blue 1 Brown എന്ന ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് ചെക്ക് 3 Blue 1 Brown, ദ മാസ്റ്റർ ഹിംസെൽഫ്. ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മറ്റു ചില പരീക്ഷണങ്ങൾ ഈ സിമുലേഷനിൽ നടത്താം. ഇവിടെ നമ്മൾ സെറ്റപ്പ് ചെറുതായി ഒന്ന് മാറ്റി 9 ഡിഫറെന്റ് ബോക്സസ്, ഓരോന്നിലും 100 ഡോട്ട്സ് വീതം. ഇൻഫെക്ഷൻ പ്രോബബിലിറ്റി പഴയ പോലെ 20%. ഡോട്ട്സ് ബോക്സിൽ നിന്നും ബോക്സിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഒരു ഡോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇവിടെ 2% ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബോക്സിലാണ് ആദ്യ ഇൻഫെക്റ്റഡ് കേസ് എങ്കിലും ട്രാവലിംഗിന്റെ ഭാഗമായി ഇൻഫെക്ഷൻ മറ്റു ബോക്സുകളിലേക്കും പകരുന്നു. നൗ കേസുകളുടെ എണ്ണം 90 എത്തുമ്പോൾ ഈ ബോക്സ് ടു ബോക്സ് ട്രാവൽ ബാൻ ചെയ്യുന്നു. അതുപോലെ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് കരുതുക. ഇത് ആസ് യു ക്യാൻ സീ കേസുകളുടെ എണ്ണം പതിയെ കുറച്ചു കൊണ്ടുവരും. ഇനി കേസുകളുടെ എണ്ണം കുറഞ്ഞ് 20 എത്തുമ്പോൾ ഈ ട്രാവൽ റെസ്ട്രിക്ഷൻസ് എടുത്തു മാറ്റുകയും ആളുകൾ കെയർലെസ് ആയി സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക. വെൽ, ദിസ് വിൽ റിസൾട്ട് ഇൻ എ സെക്കൻഡ് വേവ്. കേസസ് കുറയുമ്പോൾ നമ്മൾ കെയർലെസ് ആയി കഴിഞ്ഞാൽ സ്ഥിതി വീണ്ടും വഷളാകും. പക്ഷെ റിയൽ വേൾഡിൽ ഡിസീസ് ഇറാഡിക്കേറ്റ് ആവുന്നത് വരെ ലോക്ക്ഡൌൺ ചെയ്യുകയോ ട്രാവൽ ബാൻ ചെയ്യുകയോ ഒന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഡിസീസിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നത്? അവിടെയാണ് വാക്സിനേഷന്റെ കടന്നുവരവ്. നമ്മളുടെ സിമുലേഷനിലേക്ക് നമ്മൾ വാക്സിനേഷനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. നമ്മളുടെ ഈ ഗ്രീൻ ഡോട്ട്സിനെ നമ്മൾ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവ ഇതേപോലെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ ബേസിക് മോഡലിൽ വാക്സിനേഷൻ ഉൾപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇവിടെ ഒരു ഡോട്ടും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങോ ഐസൊലേഷനോ ഹൈജീനോ ഫോളോ ചെയ്യുന്നില്ല എന്ന് കരുതുക. കേസുകളുടെ എണ്ണം 30 ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ദിവസം പോപ്പുലേഷന്റെ 5% വീതം എന്ന നിരക്കിലാണ് നമ്മൾ വാക്സിനേറ്റ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥ വാക്സിനേഷൻ റേറ്റുകളെക്കാൾ വളരെ വലുതാണ്. എന്നിട്ടും ഇവിടെ വാക്സിനേഷന് നമ്മൾ മനസ്സിൽ കണ്ട എഫക്റ്റ് അല്ല കാണുന്നത്. കർവ് പെട്ടെന്ന് പൊങ്ങി പോപ്പുലേഷന്റെ ഏതാണ്ട് 30% ആക്റ്റീവ് കേസിൽ പീക്ക് ചെയ്യുന്നു. വാട്ട് ദ ഹെൽ? ഇപ്പൊ ചെയ്ത സിമുലേഷനിൽ വാക്സിനേഷൻ മാത്രമേ ഉള്ളൂ. ആരും ഹൈജീനിക് ആയിരിക്കുകയോ സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രാക്ടീസ് ചെയ്യുകയോ ഐസൊലേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. സോ ഡിസീസിന്റെ സ്പ്രെഡ് വാക്സിനേഷന്റെ എഫക്റ്റിനെ ഓവർ പവർ ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വൈറസിന്റെയും വാക്സിനേഷന്റെയും ഗ്രോത്ത് റേറ്റിലെ ഡിഫറൻസ് ആണ് ഇതിന് കാരണം. വൈറസ് എക്സ്പോണൻഷ്യലി ആണ് ഗ്രോ ചെയ്യുന്നത്. അതായത് 1 2 ആകുന്നു, 2 4 ആകുന്നു, 4 8 ആകുന്നു, അങ്ങനെ. എന്നാൽ വാക്സിനേഷൻ പ്രൊസീഡ് ചെയ്യുന്നത് ലീനിയർ ആയിട്ടാണ്. അതായത് 2 4 ആകുന്നു, 4 6 ആകുന്നു, 6 8 ആകുന്നു, അങ്ങനെ. സോ ലെഫ്റ്റ് ടു ഇറ്റ്സ് ഓൺ ഡിവൈസസ് വൈറസിന്റെ ഗ്രോത്ത് വാക്സിനേഷന്റെ ഗ്രോത്തിനെ ഓവർ പവർ ചെയ്യും. പിന്നെ എന്താണ് വാക്സിനേഷന്റെ പ്രസക്തി? ഒരു കാര്യം ക്ലിയർ ആണ്. വാക്സിനേഷൻ എടുക്കാതെയുള്ള സിമുലേഷനിൽ ഈ ഗ്രേ ഡോട്ട്സ് ആണ് അവസാനം കൂടുതലായി വരുന്നത്. അതിന്റെ ഒരു പ്രൊപ്പോർഷൻ മരണപ്പെട്ട ആളുകളാണ്. വാക്സിനേഷന് ഈ മരണപ്പെട്ട ആളുകളുടെ എണ്ണത്തെ നന്നായി കുറയ്ക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഡിസീസിനെ വേഗം ഇറാഡിക്കേറ്റ് ചെയ്യാനും വാക്സിനേഷൻ തന്നെയാണ് ഏക വഴി. അത് മനസ്സിലാക്കാനായി നമുക്ക് നമ്മുടെ സെക്കൻഡ് വേവ് സിമുലേഷൻ ഒന്നുകൂടി നോക്കാം. നേരത്തെ പോലെ തന്നെ 90 കേസസ് ഹിറ്റ് ചെയ്യുന്നത് വരെ ഡോട്ട്സ് അതിന്റെ റൊട്ടീൻ തുടരുന്നു. നേരത്തെ പോലെ തന്നെ കേസസ് 90 ഹിറ്റ് ചെയ്യുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ട്രാവൽ ബാനും ഇംപ്ലിമെന്റ് ചെയ്യുന്നു.
അതിനുശേഷം ഒരു 3 സെക്കൻഡ് കഴിയുമ്പോൾ 5% റേറ്റിൽ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കേസസ് 20-ൽ താഴെ പോകുമ്പോൾ ഡോട്ട് സൊസൈറ്റി പഴയ പോലെ ആകുന്നു. ബട്ട് ഇൻ ദിസ് കേസ് പഴയ പോലെ ആകുമ്പോഴേക്കും പോപ്പുലേഷന്റെ ഒരു മെജോറിറ്റിയിലേക്ക് വാക്സിനേഷൻ എത്തിക്കഴിഞ്ഞു. ഡിസീസിന് സ്പ്രെഡ് ചെയ്യാനുള്ള വഴി അതടയ്ക്കുന്നു. റിയൽ വേൾഡിൽ വാക്സിനേഷന്റെ റേറ്റ് ഇത്രയും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നോർമൽ റൂട്ടീനിലേക്ക് തിരികെ പോകുന്നത് കുറച്ചുകൂടി സമയം വെയിറ്റ് ചെയ്തിട്ടാവണം എന്ന് മാത്രം. വാക്സിനേഷൻ പോപ്പുലേഷന്റെ ഒരു മെജോറിറ്റി എത്തുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. ഇതാണ് വാക്സിനേഷന്റെ പവർ. ഫസ്റ്റ് വേവിന് ശേഷം കുറച്ചു കാലം എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ട്രാവൽ റെസ്ട്രിക്ഷൻസും ഒക്കെ ഫോളോ ചെയ്ത് ഡിസീസിന്റെ ഗ്രോത്തിനെ ഒന്ന് തടഞ്ഞു നിർത്തി പരമാവധി ആളുകളിലേക്ക് വാക്സിനേഷൻ എത്തിച്ച ശേഷം നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഒരു വേവ് ഉണ്ടാവില്ല. സോ ലെറ്റ്സ് കൺക്ലൂഡ് നൗ. നമ്മളുടെ ഈ സിമുലേഷന് ഒരുപാട് പോരായ്മകളുണ്ട്. ഒന്നാമത്തെ കാര്യം, റിയൽ വേൾഡിലെ പോപ്പുലേഷൻ ഒരു പെട്ടിക്കകത്തെ റാൻഡം വർക്കേഴ്സ് അല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, സിംറ്റംസ് ഇല്ലാത്ത കേസുകൾ മുതൽ വൈറസ് ഉണ്ടാവുന്ന മ്യൂട്ടേഷൻസ് വരെ ഒന്നും തന്നെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻ ഷോർട്ട്, ഈ സിമുലേഷൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷന് സഹായിക്കുന്ന ഒന്നല്ല. അതിനായി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് നിലവിലുണ്ട്. എന്നിരുന്നാലും ഈ സിമ്പിൾ സിമുലേഷൻസ് തന്നെ നമുക്ക് ഒരുപാട് ടേക്ക് ഹോം ലെസൺസ് തരുന്നുണ്ട്. ആദ്യത്തെ സിമുലേഷൻ നമുക്ക് മാസ്ക്, സാനിറ്റൈസർ എന്നിവയുടെ പവർ മനസ്സിലാക്കി തരുമ്പോൾ പിന്നെയുള്ള 2 സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെയും ഐസൊലേഷന്റെയും ഇമ്പോർട്ടൻസ് പറഞ്ഞു തരുന്നു. അവസാനം വാക്സിൻ കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഡിസീസിനെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യുന്നതെന്നും കണ്ടു. സോ ഇതിൽ നിന്നുമുള്ള ടേക്ക് ഹോം ലെസൺസ് ഇതൊക്കെയാണ്. പ്രോപ്പറായി മാസ്ക് ധരിക്കുക, എപ്പോഴും ഹൈജീനിക് ആയിട്ടിരിക്കുക, മറ്റാളുകളുമായിട്ടുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കുക, എല്ലായ്പ്പോഴും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഫോളോ ചെയ്യുക, ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ സെൽഫ് ഐസൊലേറ്റ് ചെയ്യുക, അതിനുശേഷം മെഡിക്കൽ ഹെൽത്ത് തേടുക, അവൈലബിൾ ആയാൽ ഉടനെ തന്നെ വാക്സിനേഷൻ എടുക്കുക. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാലും മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മലയാളത്തിലെ പ്രമുഖ സയൻസ് ചാനലായ ലൂസിയും നമ്മളും കൂടി ചെയ്ത ബിഗ് ബാങ് തിയറിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ലൂസിയുടെ ചാനലിലുണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതുപോലെയുള്ള സയൻസ് വീഡിയോകൾക്കായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ ബെല്ലൈക്കൺ അടിക്കുക.